പാലക്കാട് ജില്ലയിൽ ഇരു പ്രധാന മുന്നണികളും വിജയപ്രതീക്ഷയിൽ. 12-ൽ 5-ൽ പ്രതീക്ഷ വെച്ച് UDF. പാലക്കാടും മലമ്പുഴയും നോട്ടമിട്ട് BJP. കേരളത്തിൽ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും മുന്നണിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ സമ്മാനിക്കുന്ന ജില്ലകളിലൊന്നാകും പാലക്കാട്. മൊത്തമുള്ള 12 സീറ്റുകളിൽ 10 എണ്ണത്തിലും മുന്നണി വിജയം പ്രതീക്ഷിക്കുന്നു. പോളിംഗ് ശതമാനം 80 കടന്നതിൽ പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. 2021-ൽ മണ്ണാർക്കാടും പാലക്കാടും മാത്രമാണ് UDF നേടിയത്. അത് തുടരുമെന്നാണ് LDF നേതാക്കളുടെ വിലയിരുത്തൽ. എന്നാൽ തൃത്താല, നെന്മാറ, ചിറ്റൂർ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് UDF നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. കൂടിയാൽ 5 സീറ്റ്. അതിൽ തൃത്താലയിൽ ചിലർ ഉറപ്പു പറയുമ്പോൾ ചിറ്റൂരും നെന്മാറയും അത്ര കണ്ട് പ്രതീക്ഷ വയ്ക്കുന്നില്ല. നെന്മാറയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ 28,704 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. K. ബാബുവായിരുന്നു അവരുടെ സ്ഥാനാർത്ഥി. എന്നാൽ അത്രയും ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കില്ലെന്ന് CPM നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ UDFന്റെ ശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ മത്സരരംഗത്ത് എന്നതാണ് കാരണം. ചിറ്റൂരിൽ അടിയൊഴുക്കുകൾ ഉണ്ടായില്ലെങ്കിൽ ഇടതുമുന്നണി തന്നെയായിരിക്കും വിജയിക്കുക എന്ന കണക്കുകൂട്ടലുണ്ട്. സുമേഷ് അച്യുതന്റെ വ്യക്തിപ്രഭാവം വോട്ടായാൽ ഇടതിന്റെ മുരുകദാസിനെ മറികടക്കാനാകുമെന്നാണ് UDF വിലയിരുത്തൽ. സംസ്ഥാനത്തെ ഏറ്റവും കൂടിയ പോളിംഗ് ചിറ്റൂരായതും ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നു. മണ്ഡലത്തിൽ 84.63% പോളിംഗ്. BJPയുടെ വോട്ടുകോഴ ആരോപണം അവരെ പാലക്കാടും മലമ്പുഴയിലും ഒറ്റപ്പാലത്തും ഷൊർണൂരും ചെറിയ തോതിൽ ബാധിച്ചേക്കാമെന്നാണ് അവരുടെ തന്നെ വിലയിരുത്തൽ. അതെന്തായാലും ശക്തമായ മത്സരം തന്നെയാണ് പാലക്കാട് ശോഭ കാഴ്ചവെച്ചതെന്ന വിലയിരുത്തലിലാണ് നേതൃത്വം. ഫലത്തിൽ പാലക്കാട് ജില്ലയിൽ CPMഉം മുന്നണിയും മേൽക്കൈ നേടുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ മാത്രമാണ് എല്ലാവർക്കും ഉറപ്പുള്ളത്. ഏതായാലും കാത്തിരിപ്പ് 1 മാസത്തോളം നീളുന്നുവെന്നത് മാത്രമാണ് വിലയിരുത്തലുകാരെ വലയ്ക്കുന്ന ഏക ഘടകം. UTV ന്യൂസ്, പാലക്കാട്.